ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ നട്ടപ്പൊരിയുന്ന വീട്ടിൽ തേടിയൊക്കെ പോകണമെന്നല്ലേ ഒരു കൊച്ചു ഷോപ്പിങ്ങിലേക്കാണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലുതൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയൊരു ഗിഫ്റ്റും വാങ്ങാനുണ്ട്. അപ്പം രണ്ടും കൂടി നടക്കാനാണ്. അപ്പം അച്ഛൻ ഇന്ന് പണിക്ക് പോയിന്, അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിനേക്കാണ് പോകുന്നത് ഗൈസ്. മന്ദമായിരുന്നു പോലെയാണ് ബസ് വരുന്നത്. ബസ്സിൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കുള്ള കേസാണ്. എനിക്ക് ഇഷ്ടമല്ല, കാരണം ഓട്ടോയിൽ പോയി 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 ബസ് തീരെ പിടിക്കാണ്ടായി. അപ്പോൾ ഈ നട്ടപ്പൊരിന്ന വെയിലത്ത് എനിക്ക് അത്രയും മടിയുണ്ടായിരുന്നു. പിന്നെ അമ്മ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ വീട്ടിൽ തന്നെ കുത്തിരിക്കുന്ന എനിക്ക് ഒരു ഓപ്ഷൻ തന്നെയല്ലേ ഈ കറങ്ങാൻ പോക്ക്, അതുകൊണ്ട് പോയി. പിന്നെ സാവിയെ നമ്മൾ രണ്ടാളും മാറി മാറി എടുത്തു. നമ്മൾ പോകുന്നത് പരാഗിലേക്കാണ്. പരാഗ് എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരൊരു ഷോപ്പാട്ടോ. അടിപൊളി കളക്ഷൻസ്, മീൻസ് നമുക്ക് റെഡിമെയ്ഡ് പോലെ തയ്ക്കാൻ വേണ്ടി പറ്റിയ നല്ല കളക്ഷൻ തുണി ഇവിടെ ഉണ്ടാവും. ഇവിടെ നല്ല എല്ലായിടത്തും കിട്ടും, പക്ഷെ ഇവിടെയാണ് കുറച്ച് വില നല്ല കുറവാണ് കേട്ടോ. മീൻസ് നമുക്ക് എല്ലാ ഷോപ്പിനും കാട്ടി ഒരു 50 രൂപ കുറയും മീറ്ററിന് വെച്ചിട്ട്. അപ്പം നല്ലൊരു കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ടുന്നത് വൈറ്റ് ടോപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അമ്മക്കൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പോൾ എല്ലാവരും വൈറ്റ് ഇട്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വൈറ്റ് ടോപ്പ് എടുക്കാനാണ്, മീൻസ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണി എടുക്കാനാണ് വന്നത്. എല്ലാ തരത്തിലുള്ള ഡിസൈൻ തുണികളും ഇവിടെ അവൈലബിൾ ആണ്. കോട്ടൺ ആയാലും സിൽക്ക് ആയാലും കാഞ്ചി കോട്ടൺ ആയാലും എല്ലാ തരത്തിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നല്ല വിലക്കുറവാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ പോയ സമയം കുറച്ച് ഉച്ച ടൈം ആയതുകൊണ്ട് അത്ര വലിയ ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെ നമ്മളൊന്ന് ഫൈനലൈസ് ചെയ്തു, അതായത് ഒരു വൈറ്റ് ടോപ്പിലേക്ക് വേണ്ടിയിട്ട്. അത് അക്കോവ എടുക്കാനാണ് വന്നത് സത്യം പറഞ്ഞാൽ. പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു വെറൈറ്റി പോലെ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴ്ന്നാണ് എടുത്തത്. കുറച്ച് പളവളാന്നാകുന്നത്, അതാണ് ഉദ്ദേശിച്ചത്. അതായത് കുറച്ച് റെഡിമെയ്ഡ് ലുക്കിൽ അടിക്കാന്ന് വെച്ചിട്ടാട്ടോ. പിന്നെ വിചാരിച്ചു കോട്ടൺ ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോട്ടൺ തുണികൾ എടുക്കാനും. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ ഗിഫ്റ്റ് ഷോപ്പിൽ പോയി ഗിഫ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ എന്നെ അട്രാക്ട് ചെയ്ത കുറേ കളിപ്പാട്ടുണ്ടായിരുന്നു. അതൊരു കുഞ്ഞു ടോയ് ഉണ്ടായിരുന്നു. പിന്നെ സാവി ആ പാവ ടോയ് ഒന്നും കളിക്കാനുള്ള ആ ഒരു പെൺകുട്ടിയാണല്ലോ, പാവ ടോയ് വെച്ച് കളിക്കുക. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഗൈസ് നല്ല വിഷമൊന്നും, ഉച്ചക്കാണല്ലോ പോയത്. കോഫി വെച്ച് അടിപൊളി ചോറ് തന്നു. കാരണം എത്രയോ കാലം കൂടിയിട്ട് പപ്പടും തൈരും സാമ്പാറും ഒക്കെ ഉള്ളൊരു പിന്നെ ചോറ് സദ്യ പോലെ കഴിച്ചു. പിന്നെ എൻ്റെ മോൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, എവിടെ പോയാലും കഴിക്കില്ല, അങ്ങനെ കഴിച്ചില്ല. പിന്നെ ഫുട്പാത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ എപ്പം പോയി ചെല്ലുക കാതിലേൻ്റെ സെക്ഷനിലായിരിക്കില്ലേ. ഞാനൊരു കാതില വാങ്ങിച്ചു ഗൈസ്. അപ്പം ഞാനിങ്ങനെ കാതിൽ എവിടെ കണ്ടാലും വാങ്ങിക്കോട്ടെ, എനിക്ക് കാതിലെ കണക്ഷൻസ് കുറേ ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ബസ് കിട്ടി ഗൈസ്. നമ്മൾ വിചാരിച്ച് കുറച്ച് നടക്കേണ്ടി വരും. നമ്മൾ അവിടുന്ന് കുറച്ച് എന്തായാലും ഒരു കുടയെടുത്താലും വെയിലിൻ്റെ ആ ഒരു തീവ്രത കുറയില്ല ഗൈസ്. നല്ല ടയേർഡായി. എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചത്ത്. കാരണം സാവി ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് ഓടുന്നു, കളിക്കുന്നു. നമ്മളൊരു ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഷോപ്പ് ചെയ്യുന്നു. ഒന്നും പറയണ്ട. കാരണം അച്ഛനെ വല്ലാണ്ട് മിസ് ചെയ്തു. ഓട്ടോയിൽ പോകുന്നത് എത്രയോ ബെറ്ററാണ്. അച്ഛനും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ മടങ്ങി ഗൈസ്. സാവി എങ്ങനെയെല്ലാം ഉറങ്ങിപ്പോയി. പോകുമ്പോൾ മന്നപ്പനെ പോലെ പോയ ബസ് വരുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.